നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്ന് റയൽ മാഡ്രിഡ് റയോ വയക്കാനക്കെതിരെ കളിക്കാൻ ഇറങ്ങിയാണ്. രാത്രി ഇന്ത്യൻ സമയം 8:45 സാന്റിയാഗോ ബെർണബൂവിലാണ് ആ മത്സരം. ഈ റയോ വയക്കാനോ എന്ന് പറയുമ്പോൾ അവർക്കെതിരെയുള്ള റയലിൻ്റെ അവസാന 3 മത്സരങ്ങൾ ഒന്നുപോലും റയൽ വിജയിച്ചിട്ടില്ല. 3-3 സമനില എവേ മത്സരത്തിൽ, 1-1 സമനില മറ്റൊരു എവേ മത്സരത്തിൽ, ബെർണബൂവിൽ 0-0 സമനില. അപ്പോൾ ഇത് മറികടക്കണം, വിജയിക്കണം. കാരണം ഇപ്പോൾ കോമ്പറ്റീഷന് വളരെ കൂടുതലായിട്ടുണ്ട്, ടൈറ്റിൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിട്ടുണ്ട്. റയലാവട്ടെ ഇപ്പോൾ 3-ാം സ്ഥാനത്തുമാണ്. അപ്പോൾ അതുകൊണ്ട് വിജയം വളരെ പ്രധാനമാണ്. ഇന്ന് അവർക്കതിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരുടെ ടീമിലെ സുപ്രധാന താരങ്ങളിൽ ഒരാൾ റോഡ്രിഗോയെക്കുറിച്ച് ഇപ്പോൾ ആഞ്ചലോട്ടി പറയുന്നത്, റോഡ്രിഗോ യുവതാരങ്ങൾക്ക് മാതൃകയാണ്. റോഡ്രിഗോ തന്നെ യുവതാരമാണ്, പക്ഷേ ഇപ്പോഴേ അദ്ദേഹം പറയുന്ന യുവതാരങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒരുത്തനാണ് റോഡ്രിഗോ എന്ന്. ആഞ്ചലോട്ടി ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നു, റോഡ്രിഗോ വളരെ മികച്ച രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ ഹെൽപ്സ് ദി ടീം എലോട്ട്. ടീമിനെ വളരെയധികം അവൻ സഹായിക്കുന്നുണ്ട്. അവൻ തീർച്ചയായിട്ടും യുവതാരങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന, മാതൃകയാക്കാവുന്ന ഒരു എക്സാമ്പിളാണ്. ശരിയാണ്, മിനിയും എംബാപ്പയും എന്നൊക്കെ പറയുമ്പോഴും അവിടെ കാണാതെ പോകരുത് റോഡ്രിഗോയെ. അദ്ദേഹത്തിൻ്റെ സ്കില്ല് വേറെയാണ്, അദ്ദേഹത്തിൻ്റെ മികവ് വേറെയാണ്, ടാലൻറ്റ് വേറെയാണ്. അത് കഴിഞ്ഞ കളിയിലടക്കം നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. സോ റോഡ്രിഗോ വേറെ ലെവൽ തന്നെയാണ്. അതാണ് ഇപ്പോൾ ആഞ്ചലോട്ടിയോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ മറ്റൊരാൾ അതെ, പ്രായം ഏറെയായിട്ടും ഒട്ടും മികവ് കുറയാതെ പൊളിച്ചടുക്കി നമ്മെ വിസ്മയിപ്പിച്ചു പോകുന്ന ഒരാൾ, ലൂക്ക മോഡ്രിച്ച്. എല്ലാ കളികളും അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നേ. അതിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാവാം, ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് ലെവലിൽ തന്നെ ഉണ്ടാകാം. ഇപ്പോൾ ലൂക്ക മോഡ്രിച്ച് ഇപ്പോൾ കഴിഞ്ഞ കളിക്ക് ശേഷം ഈ മത്സരവും കളിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ കളിയുണ്ട് വരുന്ന ഈ മിഡ് വീക്കിൽ. അപ്പോൾ കോച്ച് പറയുന്നു ഹി ക്യാൻ പ്ലേ ടുമാറോ ആൻഡ് വെനസ്ഡേ. ഇന്നലെ പറഞ്ഞതാണ്, ഇന്നും കളിക്കാൻ പറ്റും, അടുത്ത ബുധനാഴ്ച നടക്കുന്ന UCL മത്സരവും കളിക്കാൻ പറ്റും. അദ്ദേഹത്തിന് ഒരു റിക്കവറി പ്രോബ്ലംസുമില്ല. അദ്ദേഹത്തിൻ്റെ ഈ കാര്യത്തിൽ എനിക്ക് സർപ്രൈസ് ഒന്നും തോന്നുന്നില്ല. കാരണം അദ്ദേഹം അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ട്രെയിനിങ് ഒക്കെ അങ്ങനെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹവും യുവതാരങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു എക്സാമ്പിളാണ്. ഇതാണിപ്പോൾ ആഞ്ചലോട്ടി പറഞ്ഞിരിക്കുന്നത്. ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.